12 വയസ്സുകാരനായ ധനഞ്ജയ് സാൽവൻ രചിച്ച 16 കഥകളടങ്ങിയ ദ സീക്രട്ട് റോഡ് ടു മൈ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ പ്രൊഫസർ ഡോക്ടർ ജോസ് കെ മാനുവൽ ഉദ്ഘാടനം ചെയ്തു. മുൻ വിവരാവകാശ കമ്മീഷണറും പ്രശസ്ത സാഹിത്യകാരനുമായ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാട്ടുകാരനായ ഒരു കുട്ടി എന്തിനാണ് ഇംഗ്ലീഷിൽ കഥകൾ എഴുതിയത്, മലയാളത്തിൽ എഴുതിക്കൂടായിരുന്നു എന്നായിരുന്നു ആദ്യം. പിന്നെയാണ് മനസ്സിലായത് ധനഞ്ജയന്റെ പശ്ചാത്തലം മുഴുവനും ഇന്ത്യക്ക് വെളിയിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ച് ഇംഗ്ലീഷ് വായിച്ച് വളരുന്ന ഒരു കുട്ടി ആദ്യം ആ കുട്ടിയുടെ ഭാവന വിചാരങ്ങൾ പ്രകാശിപ്പിക്കുന്നതും തീർച്ചയായും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരെണ്ണക്കിന് മലയാളത്തിൽ എഴുതിയാൽ എന്താണ് ഈ സഖിന്റെയും അറബിക്കടലിന്റെയും ഇടയിൽ കിടന്ന് ഞെരുങ്ങുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ മലയാളത്തിന് ഭാഗ്യമില്ല. അത് വേറൊരു സംഗതി. പിന്നെ രസകരമായൊരു വസ്തുത, മലയാളത്തിൽ ആദ്യമായി ഒരു കഥാപുസ്തകം എഴുതപ്പെട്ടത് ഇംഗ്ലീഷിലാണ്. ദ സ്ലേയേഴ്സ് വേ എന്ന് പറയുന്ന, അത് എഴുതിയത് പക്ഷേ മലയാളിയല്ല, ഇംഗ്ലണ്ടുകാരിയായ ഒരു മദാമ്മയാണ്. മിസ്സിസ് കോളിൻസ് എന്നാണ് അവരുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ യഥാർത്ഥ പേര് ഫ്രാൻസ എന്നായിരുന്നു. പക്ഷെ ആ പേര് ഒരിക്കലും ഒരിടത്തും പരാമർശിച്ച് കാണുന്നില്ല. സ്ത്രീകളുടെ പഴയ കാലത്തെ ദൗർഭാഗ്യമാണ് ഭർത്താവിൻ്റെ വാലിൽ മാത്രം സഞ്ചരിക്കാൻ ഇടവരിക. ഇന്നാണെങ്കിൽ അതൊക്കെ വലിച്ചെറിഞ്ഞ് അവരെ സ്വന്തം പേര് പ്രഖ്യാപിക്കാനുള്ള ഒരു തൻ്റെടം കാണിക്കും. പക്ഷെ ഇത് 1869 എഴുതപ്പെട്ടതാണ്. എത്ര കാലമായി എന്ന് ഓർത്താൽ മതിയാവും. സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ പ്രൊഫസർ ഡോക്ടർ രാജേഷ് വി നായർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഈ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് സാറ് എന്നെ സമീപിച്ചപ്പോൾ എനിക്ക് ആദ്യം കൗതുകമാണ്. സാർ ഈ പുസ്തകം ഒരു കോപ്പി തരാൻ എന്നെ സമീപിച്ചപ്പോൾ കണ്ടപ്പോൾ ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. വളരെയധികം എന്താ പറയുക, ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും കുര്യാസ് സാറും ജോസ് സാറും പറയുണ്ടായി. ഞാൻ സ്വയം ചിന്തിക്കുകയുണ്ടായി, 12ാം വയസ്സിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു. അത് യാദൃശ്യമായിട്ട് എൻ്റെ ഒരു പൂർവ്വകാലത്തേക്ക് പോയപ്പോൾ 12ാം വയസ്സിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ ഇവിടുന്ന് പാഴ്സൽ ചെയ്തൊരു ഹോസ്റ്റലിലേക്ക് മാറ്റിയ കാലഘട്ടമാണ്. കാരണം ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റിയൊരു. കിടങ്ങൂർ ദേവസ്വം മാനേജർ NB ശ്യാംകുമാർ, സാഹിത്യ സംഘം സെക്രട്ടറി രാധാകൃഷ്ണക്കുറുപ്പ്, ലിറ്റു ജോസ്, സാൽവിൻ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി കേരളത്തിൽ മാത്രം ജീവിക്കുന്നവരല്ല. കേരളത്തിൽ നിന്നും തൊഴിൽ തേടിയും മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറി ജീവിച്ച് ലോകത്തിൻ്റെ ഒരു ഭാഗമാകുന്ന മലയാളിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് മലയാളിയുടെ ഭാഷ എന്ന് പറയുന്നത് മലയാളം മാത്രമല്ല, മലയാളി ചെല്ലുന്ന പ്രദേശത്തെ ഭാഷ കൂടി അവരുടെ ഭാഷയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു വൈവിധ്യങ്ങളുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇതിനിടയിൽ നമ്മൾ സാഹിത്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അച്ചടി സാഹിത്യം, കഥ, നോവൽ ഇതൊക്കെ നിലനിൽക്കുമോ? ദൃശ്യ സാഹിത്യമല്ലേ നിലനിൽക്കുകയുള്ളൂ? ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഒരിടത്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ സാഹിത്യം പഠിച്ചിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വർത്തമാനകാലത്ത് സിലബസുകൾ പരിഷ്കരിക്കുമ്പോൾ ഭാഷകളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു വശത്തൂടെ പോകുമ്പോഴും ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ അവന് സാഹിത്യത്തോടും കലയോടുമൊക്കെയുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അഭിനിവേശം ആവശ്യമാണ്. ദുബായ് പേൾ വിസ്റ്റം സ്കൂളിലെ വിദ്യാർത്ഥിയായ ധനഞ്ജയ് സാൽവിൻ, മലപ്പുറം തുലാപ്പള്ളി സാൽവിൻ സുകുമാരന്റെയും കിടങ്ങൂർ സൗത്ത് തൃക്കാർത്തികയിൽ മായ മുരളീധരന്റെയും മകനാണ്. ധനഞ്ജയൻ 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഇംഗ്ലീഷിൽ രചിച്ച 16 കഥകളാണ് പുസ്തകത്തിലുള്ളത്. സർഗാത്മകതയും സൂക്ഷ്മ നിരീക്ഷണ പാഠവും വ്യക്തമാക്കുന്ന കഥാസമാഹാരമാണ് ദ സീക്രട്ട് ഡോർ ടു മൈ ഇമാജിനേഷൻ.